ശക്തിമാൻ ഒരു തലമുറയുടെ സൂപ്പർ ഹീറോ. 1990കളിൽ ഇന്ത്യയിലെ ഓരോ വീട്ടിലും ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികൾ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു സമയമുണ്ടായിരുന്നു. ടെലിവിഷൻ്റെ മുന്നിലിരുന്ന് അവർ കാത്തിരുന്നത് ഒരു സൂപ്പർ ഹീറോയുടെ വരവിനായിരുന്നു. ചുവപ്പും സ്വർണ്ണ നിറവും ചേർന്ന വേഷം ധരിച്ച് ആകാശത്തിലൂടെ പറന്നു വരുന്ന ആ നായകൻ്റെ പേര് ശക്തിമാൻ. അന്ന് ഇന്ത്യയിൽ ഇൻ്റർനെറ്റോ മൊബൈൽ ഫോണുകളോ ഉണ്ടായിരുന്നില്ല. വിനോദത്തിനുള്ള പ്രധാന മാർഗം ടെലിവിഷനായിരുന്നു. ആ കാലഘട്ടത്തിൽ കുട്ടികളുടെ മനസ്സിൽ പ്രതീക്ഷയും ധൈര്യവും നല്ല മൂല്യങ്ങളും വളർത്തിയ ഒരു കഥാപാത്രമായിരുന്നു ശക്തിമാൻ. ഇന്ന് ഈ വീഡിയോയിൽ ശക്തിമാൻ്റെ ജനനം മുതൽ അതിൻ്റെ അവസാന എപ്പിസോഡ് വരെ അതിൻ്റെ വിജയവും സ്വാധീനവും വിവാദങ്ങളും പാരമ്പര്യവും വിശദമായി അറിയാം. ശക്തിമാൻ്റെ പിന്നിലെ പ്രധാന വ്യക്തി മുകേഷ് ഖന്നയായിരുന്നു. അദ്ദേഹം മുമ്പ് ഇന്ത്യൻ ടെലിവിഷനിലെ പ്രശസ്ത കഥാപാത്രമായിരുന്ന ഭീഷ്മയെ അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. അമേരിക്കയ്ക്ക് സൂപ്പർമാനും ബാറ്റ്മാനും ഉണ്ടെങ്കിൽ ഇന്ത്യക്കും സ്വന്തം ഒരു സൂപ്പർ ഹീറോ വേണം. എന്നാൽ ആ സൂപ്പർ ഹീറോ വെറും ശക്തനായ ഒരാൾ മാത്രമാകരുത്. ഇന്ത്യൻ സംസ്കാരവും ആത്മീയതയും ധാർമ്മിക മൂല്യങ്ങളും ഉൾക്കൊള്ളുന്ന ഒരാളായിരിക്കണം. അങ്ങനെ വർഷങ്ങളോളം ആലോചിച്ച ശേഷമാണ് ശക്തിമാൻ എന്ന കഥാപാത്രം ജനിച്ചത്. ശക്തിമാൻ്റെ യഥാർത്ഥ കഥ ശക്തിമാൻ സാധാരണ മനുഷ്യനല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി മനുഷ്യരാശിയെ സംരക്ഷിച്ചിരുന്ന മഹാഗുരുക്കളുടെ ആത്മീയ ശക്തികളിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ശക്തി വരുന്നത്. കഥ പ്രകാരം ലോകത്ത് തിന്മ വർദ്ധിച്ചപ്പോൾ അതിനെ നേരിടാൻ ഒരു മഹാശക്തി ആവശ്യമായി വന്നു. അതിനായി തിരഞ്ഞെടുത്ത വ്യക്തിയാണ് ഗംഗാധർ. അദ്ദേഹം കഠിനമായ തപസ്സിലൂടെയും യോഗാ പരിശീലനത്തിലൂടെയും അസാധാരണമായ ശക്തികൾ നേടിയെടുക്കുന്നു. അങ്ങനെ അദ്ദേഹം ശക്തിമാനായി മാറുന്നു. ശക്തിമാൻ്റെ ഏറ്റവും രസകരമായ ഭാഗങ്ങളിലൊന്നാണ് ഗംഗാധറിൻ്റെ സാധാരണ ജീവിതം. അദ്ദേഹം ഒരു പത്രപ്രവർത്തകനാണ്. കണ്ണടയും ലളിതമായ വസ്ത്രവുമിട്ട് വളരെ സാധാരണക്കാരനായി പെരുമാറും. അദ്ദേഹത്തിൻ്റെ ചുറ്റുമുള്ളവർ പലപ്പോഴും അദ്ദേഹത്തെ തമാശക്കാരനായി കാണും. പക്ഷേ യഥാർത്ഥത്തിൽ ലോകത്തെ രക്ഷിക്കുന്ന മഹാശക്തി അദ്ദേഹത്തിനുള്ളിലാണെന്ന് ആരും അറിയില്ല. ഈ ഇരട്ട ജീവിതമാണ് പരമ്പരയെ കൂടുതൽ ആകർഷകമാക്കിയത്. ശക്തിമാൻ്റെ കഥയിൽ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ഗീത വിശ്വാസ്. അവൾ ധീരയായ ഒരു മാധ്യമപ്രവർത്തകയാണ്. ശക്തിമാനോട് അവൾക്ക് വലിയ ആരാധനയുണ്ട്. എന്നാൽ ശക്തിമാനും ഗംഗാധറും ഒരാളാണെന്ന് അവൾക്കറിയില്ല. ഗംഗാധറിൻ്റെ വിചിത്രമായ പെരുമാറ്റം അവളെ പലപ്പോഴും ആശയക്കുഴപ്പത്തിലാക്കും. ഈ തമാശയും നാടകീയതയും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമായിരുന്നു. ശക്തിമാൻ്റെ ഏറ്റവും ശക്തനായ ശത്രുവായിരുന്നു തംറാജ് ക്യുലിഷ്. അദ്ദേഹം തിന്മയുടെ അവതാരമായിരുന്നു. ലോകത്ത് അന്ധകാരവും വിദ്വേഷവും അഴിമതിയും വ്യാപിപ്പിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഡയലോഗ് അന്ധേര കായം രഹേ, ഈ ഒരു ഡയലോഗ് തന്നെ ഇന്ത്യയിലെ ജനപ്രിയ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറി. ക്യുലിഷ് വെറും വില്ലൻ മാത്രമല്ലായിരുന്നു, മനുഷ്യരുടെ മനസ്സിലെ ദോഷചിന്തകളുടെ പ്രതീകമായിരുന്നു. ശക്തിമാനും ക്യുലിഷും തമ്മിലുള്ള പോരാട്ടം ഓരോ തവണയും ക്യുലിഷ് പുതിയ പദ്ധതികളുമായി എത്തും. ഒരിക്കൽ ശാസ്ത്രത്തെ ദുരുപയോഗം ചെയ്യും, മറ്റൊരിക്കൽ മനുഷ്യരുടെ ദൗർബല്യങ്ങളെ ഉപയോഗിക്കും, ചിലപ്പോൾ ശക്തരായ പുതിയ വില്ലന്മാരെയും സൃഷ്ടിക്കും. എന്നാൽ ശക്തിമാൻ വെറും ബലപ്രയോഗത്തിലൂടെയല്ല വിജയിക്കുന്നത്. സത്യം, ധൈര്യം, ബുദ്ധി, ആത്മീയ ശക്തി എന്നിവ ഉപയോഗിച്ചാണ് അദ്ദേഹം വിജയിക്കുന്നത്. ഇതാണ് പരമ്പരയുടെ ഏറ്റവും വലിയ പ്രത്യേകത. 1990കളിൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കുട്ടികൾ ശക്തിമാനെ ആരാധിച്ചു. സ്കൂളുകളിൽ ശക്തിമാനെക്കുറിച്ചുള്ള ചർച്ചകൾ പതിവായിരുന്നു. കുട്ടികൾ ശക്തിമാൻ്റെ വേഷം ധരിച്ചു കളിച്ചു. ജന്മദിന പാർട്ടികളിലും സ്കൂൾ പരിപാടികളിലും ശക്തിമാൻ്റെ വേഷം വ്യാപകമായി ഉപയോഗിച്ചു. അന്നത്തെ കുട്ടികൾക്ക് ശക്തിമാൻ ഒരു സാങ്കല്പിക കഥാപാത്രമല്ലായിരുന്നു. അദ്ദേഹം അവരുടെ യഥാർത്ഥ ഹീറോയായിരുന്നു. ശക്തിമാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഓരോ എപ്പിസോഡിൻ്റെയും അവസാന ഭാഗമായിരുന്നു. അവിടെ ശക്തിമാൻ നേരിട്ട് കുട്ടികളോട് സംസാരിക്കും. അദ്ദേഹം പറയുന്ന ചില സന്ദേശങ്ങൾ: കള്ളം പറയരുത്, മയക്കുമരുന്നുകളിൽ നിന്ന് അകലം പാലിക്കുക, പരിസ്ഥിതിയെ സംരക്ഷിക്കുക, മാതാപിതാക്കളെ ബഹുമാനിക്കുക, നല്ല സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുക, വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകുക. ഇത് കുട്ടികൾ വലിയ സ്വാധീനം ചെലുത്തി. പരമ്പര അത്യന്തം ജനപ്രിയമായതോടെ ചില പ്രശ്നങ്ങളുമുണ്ടായി. ചില കുട്ടികൾ ശക്തിമാനെ അനുകരിച്ച് ഉയരങ്ങളിൽ നിന്ന് ചാടാൻ ശ്രമിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. തുടർന്ന് എല്ലാ എപ്പിസോഡുകളിലും മുന്നറിയിപ്പുകൾ ഉൾപ്പെടുത്തി. ശക്തിമാൻ്റെ പ്രവൃത്തികൾ അനുകരിക്കരുതെന്നും അവ വെറും സാങ്കല്പികമാണെന്നും വ്യക്തമാക്കി. ശക്തിമാൻ ഇന്ത്യയിലെ ഏറ്റവും ദൈർഘ്യമേറിയ സൂപ്പർ ഹീറോ പരമ്പരകളിലൊന്നായി മാറി. 100 കണക്കിന് എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്തു. ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഓരോ ആഴ്ചയും ഈ പരമ്പര കണ്ടിരുന്നു.
അന്ന് സോഷ്യൽ മീഡിയ ഇല്ലാതിരുന്നിട്ടും ശക്തിമാൻ ഒരു ദേശീയ പ്രതിഭാസമായി മാറി. വർഷങ്ങളോളം വിജയകരമായി സംപ്രേഷണം ചെയ്ത ശേഷം ശക്തിമാൻ അവസാനിച്ചു. എന്നാൽ പരമ്പര അവസാനിച്ചിട്ടും കഥാപാത്രം ജനങ്ങളുടെ മനസ്സിൽ ജീവിച്ചു. ഇന്നും പലരും ശക്തിമാനെ അവരുടെ ബാല്യകാല ഓർമ്മകളിലെ ഏറ്റവും വിലപ്പെട്ട ഭാഗങ്ങളിലൊന്നായി കാണുന്നു. ഇന്ന് ഇന്ത്യൻ സിനിമകളിൽ നിരവധി സൂപ്പർ ഹീറോകൾ വന്നിട്ടുണ്ട്. എന്നാൽ അവർക്കെല്ലാം മുമ്പ് വഴികാട്ടിയത് ശക്തിമാനായിരുന്നു. ഇന്ത്യൻ സംസ്കാരവും ആത്മീയതയും അടിസ്ഥാനമാക്കിയ ഒരു സൂപ്പർ ഹീറോ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് തെളിയിച്ചത് ശക്തിമാനാണ്. ശക്തിമാൻ ഒരു ടെലിവിഷൻ കഥാപാത്രം മാത്രമായിരുന്നില്ല, അത് ഒരു തലമുറയുടെ ബാല്യകാല ഓർമ്മയായിരുന്നു. സത്യം, ധർമ്മം, സ്നേഹം, മനുഷ്യസ്നേഹം എന്നിവയുടെ പ്രതീകമായിരുന്നു. ഇന്നും ശക്തിമാൻ എന്ന പേര് കേൾക്കുമ്പോൾ 90കളിലെ കുട്ടികളുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ ഉണരുന്നു. അദ്ദേഹം പഠിപ്പിച്ച സന്ദേശം ഇന്നും പ്രസക്തമാണ്. തിന്മ എത്ര ശക്തമായാലും സത്യം ഒടുവിൽ ജയിക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾക്കെൻ്റെ അവതരണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഏവർക്കും വിടാം.